ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സ്വീഡനിൽ ഒരു ഐസ് ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു ലേക്ക് ഫുള്ളായിട്ട് എന്താ പറയുക, സ്നോ കവേർഡായിട്ട് കിടക്കുന്നുണ്ട്, ഫ്രോസായി കിടക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ നിന്ന് രക്ഷയില്ല, നല്ല പെയിൻ. ഇത് അവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ എല്ലാം അവിടെ എല്ലാം മഞ്ഞ് വീണ് കിടക്കുകയാണ്. സ്വീഡനാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഏത്. അപ്പോൾ ഫുള്ള് മഞ്ഞാൽ മൂടിക്കിടക്കുന്ന സ്വീഡൻ കേട്ടോ. രക്ഷയില്ല. അതിൻ്റെ ഒരു സൗന്ദര്യം ഭയങ്കര ഡിഫറെൻ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള വെതറും കാര്യങ്ങളും നമുക്കറിയാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡിലാണ്. മരങ്ങളൊക്കെ കറുന്നിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. അവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര നീറ്റാണ്. എനിക്ക് സ്വീഡൻ കൂടുതലും ഒരു മല ഏരിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല റോഡുകളുടെ അവിടെയും തുരങ്കങ്ങൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. മല തുരങ്കങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളികൾ ഉണ്ട്, സ്റ്റുഡൻസായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ വർക്ക് വിസയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. എന്തായാലും നമ്മൾ പണ്ട് സ്വീഡൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, സ്വീഡനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നാട്ടിലിരിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ സ്വീഡനിലൂടെ യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. വീടുകളൊക്കെ കണ്ടില്ലേ സ്വീഡനിലെ, അത്യാവശ്യം കൊള്ളാം. നമ്മുടെ UK വീടുകളൊക്കെ സംബന്ധിച്ചിട്ട് ഒരു എന്താ പറയുക, ഇത് കുറച്ച് ഡിഫറെൻറ്റ്, ഇച്ചിരി വലിയ ബംഗ്ലാവ് ടൈപ്പ് വീടുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ വീടുകളിന്. ഓക്കെ, നമ്മുടെ UK പിന്നെ കുറച്ച് ഔട്ടർ പോകണം അതേപോലത്തെ വീടുകളൊക്കെ കാണണമെങ്കിൽ. അപ്പോൾ മലയൊക്കെ ഇറങ്ങി വരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ, ഞമ്മളൊരു മലമ്പ്രദേശമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നല്ല പാറയാണ്. പിന്നെ കുറച്ച് നോക്കി കൺസ്ട്രക്ഷൻസൊക്കെ കാണാൻ പറ്റും. ഇവിടെ പുതിയ ബിൽഡിങ്ങുകളെല്ലാം വരുന്നു, അങ്ങനെയും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ നോർമലി വന്നത് എപ്പോഴും എൻ്റെ സഞ്ചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും കരിയേഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാനും എന്താണ് പോസിബിലിറ്റി. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് സ്വീഡൻ്റെ പേരും പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഈ രാജ്യത്ത് വന്ന് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. അപ്പോൾ സ്വീഡൻ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഡെൻമാർക്ക് സ്വീഡനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡാണ്. അതുമാത്രമല്ല നല്ല അത്യാവശ്യം സണ്ണിയാണ്. പിന്നെ കുഴപ്പമില്ലാതെ വെതറും ഞാൻ പറഞ്ഞ ചില ഏരിയയിലൊക്കെ നല്ല സ്നോ വീണ് പെയ്ത് കിടക്കുന്നുണ്ടെങ്കിലും, പക്ഷേ ഇവിടെ സ്വീഡനിലെത്തിയപ്പോഴേക്കും ഇവിടെ ഫുൾ മഞ്ഞ് കവേർഡാണ്. അവിടെ അത്യാവശ്യം സണ്ണി ആയിട്ടുള്ളൊരു വെതറും. ഓക്കെ, മലമ്പ്രദേശത്തിലൂടെ പതിയെ നമ്മൾ കയറി പോകണം കേട്ടോ. അവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം വലിയ വീടുകൾ. ഭയങ്കരമായിട്ട് ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കധികം കുന്നും മലയും മേടും അത്രയ്ക്ക് ഇഷ്ടമല്ല. ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ താമസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു എനിക്ക് കിട്ടില്ല, ഒരു ഫീൽ കിട്ടില്ല. അത് എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. ഓക്കെ, പിന്നെ അത്യാവശ്യം സ്നോ ഇപ്പോൾ കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം സ്നോ എന്താ പറയുക, വരുന്നേ ഇല്ലെങ്കിൽ പെയ്ത് ഏകദേശം കൊണ്ട് കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. സൈഡിലെല്ലാം ഈ സ്നോ പെയ്യുമ്പോൾ നമുക്കറിയാം ചെറിയ സ്റ്റിക്കുകൾ കാണാൻ പറ്റും, റെഡ് കളറിലുള്ളത്. റോഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ട്രാഫിക് സിഗ്നൽ സ്റ്റിക്സ് പോലെ നമുക്ക് തോന്നും. അത് തന്നെയാണ് കേട്ടോ, അത് തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ആ ഒരു കണ്ണ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല, അത്രയ്ക്ക് നല്ല വിഷ്വൽസാണ് എവിടെ നോക്കിയാലും നമുക്ക് സ്വീഡനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നോർവേയിലാണെങ്കിലും ഏകദേശം ഞാൻ അന്ന് പോയപ്പോഴും ഇതേപോലത്തെ ഒരു ടെറേൻ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇച്ചിരി മല, കുന്ന്, താഴ്വാരം ഇങ്ങനെയുള്ളൊരു ടെറേൻ തന്നെയാണ്. ഓക്കെ, ഇവിടെയും ഏകദേശം അതേ ഒരു ടെറേനാണ് ഇവിടെ ഉള്ളത് കേട്ടോ. സ്വീഡിഷിൽ നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ലാപ്ലാൻഡിലെ ഞാനൊരു ഫേവററ്റ് വ്ളോഗറുണ്ട് എൻ്റെ. അപ്പോൾ പുള്ളിക്കാരിയുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇവിടെ സന്ദർശിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. റോഡൊക്കെ കണ്ടില്ലേ, റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡ്. അപ്പുറത്തും മഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ കാണുന്നവർക്ക് കിട്ടുന്നൊരു സുഖം കണ്ടില്ലേ. പതിയെ നമ്മൾ ആ ലേക്കിൻ്റെ അടുത്തേക്ക് എത്താറായി കേട്ടോ. ഓക്കെ, ആ ലേക്കിൻ്റെ ഇപ്പുറത്തുള്ള പൈൻമര കാട് കണ്ടില്ലേ, ഒരു നല്ലൊരു എന്താ പറയുക വിഷ്വലാണ് ശരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേസ് നമ്മളിതേ സ്വീഡിഷ് ഫോറസ്റ്റിനകത്തൂടെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, എന്ത് മനോഹരമാണ്, ഭംഗിയാണെന്ന് ഒന്നും പറയാനില്ല ഇതിനകത്ത്. ഇനിയിപ്പോൾ നമ്മളൊരു എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് അടുത്തൊരു സംഭവമാണ് ഫ്രോസൺ ലേക്ക്.
അതെ നീ കാണാൻ പോവാണ്. പിന്നെ ഐസ് ഫിഷിംഗ് ആണ്, അത് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കി നോക്കാം നമുക്ക്. ഞാനും ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. നെൽത്തായി കിടക്കുന്നുണ്ടോ? ലേക്ക് ഫിഷിംഗ് ഉണ്ട് തോന്നുന്നു അല്ലേ? എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. ഇതിൽ കൂടെ ഇറങ്ങാൻ തോന്നുന്നു. ഇത് ഇവിടെ മെൽറ്റ് ആയതാണോ അല്ലേ? നല്ല ആഴുണ്ടോ? അതെ, ഐസ് ഫിഷിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ കിട്ടി. അയ്യോ, പണിയാവോ? അത് മാത്രമല്ല, ആ ഒരു നാച്ചുറൽ രക്ഷയില്ല. നിൽക്കുന്ന തന്നെ പൊന്നു. ആഴില്ല, മെൽറ്റ് ആയിരിക്കുന്നു. ഇല്ല, അത്രയും ആഴമാണല്ലോ അവിടെ. സ്നോ മെൽറ്റ് ആയുള്ളൂ. അതെ, അതെ, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. അവിടെയൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് പോയതാണോ അല്ലേ? കുഴികൾ വല്ലതും ഉണ്ടാവും. അതെ അതെ. സോ ഗൈസ്, രക്ഷയില്ല. ചോദിച്ചു നോക്കാം, ചോദിച്ചിട്ടെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ രക്ഷയില്ലാത്ത ലൈഫിൽ തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഞാൻ പണ്ട് നമ്മൾ നാട്ടിലിരിക്കുന്ന സമയത്തൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ള, പലരുടെയും വീഡിയോ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫിൻലൻഡ്, സ്വീഡനിലൊക്കെ വന്നിട്ട് താമസിക്കുക, ഐസ് ഫിഷിംഗ് കാണുക, നോർത്തേൺ ലൈറ്റ് കാണുക എന്നുള്ളതെല്ലാം. സോ നമ്മൾ ഐസ് ഫിഷിംഗ് കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മൾ ഐസ് ഫിഷിംഗ് കണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈക്കിൽ, അത് വളരെ ഡീപ്പായിട്ടുള്ള ലൈക്കിലാണ് ഐസ് ഫിഷ് ചെയ്യുന്നത്. പല കിട്ടുന്നു. ഇദ്ദേഹം ഒരു ഫിഷർമാനാണ്. പുള്ളി ആക്ച്വലി എല്ലാ ദിവസങ്ങളും വന്ന് ഫിഷ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നൊന്നും പുള്ളിക്ക് ഫിഷൊന്നും കിട്ടിയില്ല. പക്ഷേ പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു ലേക്കിൽ ഒരറ്റത്ത് ഒരുപാട് പേരിങ്ങനെ അതേപോലെ ചെറിയ ഹോളുകളാക്കിയിട്ട് ഫിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്, ഒരു വെറൈറ്റി അനുഭവം. നമ്മുടെ നാട്ടിൽ ഫിഷ് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. സോ ഈ പറഞ്ഞ നോർവീജിയൻ കൺട്രീസിൽ ഇത്രയും ഫ്രോസൺ ലേക്സിൽ എങ്ങനെ ഫിഷ് ചെയ്യുക എന്നുള്ളതും, അതുമാത്രമല്ല ഇവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് ചെറിയൊരു എന്താ പറയുക, നമ്മൾ ഭാഗ്യവാന്മാരാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഹാർഡ് ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ വെതറിൽ ഇവരിവിടെ സർവൈവ് ചെയ്യുന്നത്, അതിനകത്ത് വേണ്ട ക്ലോത്ത്സ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ഇവർക്കത് കുഴപ്പമുണ്ടാവില്ല, കാരണം വളരെ യൂസ്ഡ് ആയിട്ടുണ്ടാവും. സോ ഇത് നോക്കി ഒരു ഹോള് കണ്ടില്ലേ, ഇതൊക്കെ അവർ ഫിഷ് ചെയ്ത് വേണ്ടി എടുത്തുണ്ടാക്കിയ ഹോളുകളാണ്. അതൊക്കെ ഇപ്പോൾ തന്നെ വെള്ളം വന്ന് മേലെ ഐസ് പാളികളായിട്ട് മൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഹോളുകൾ ഈ ലേക്കിലുണ്ട് കേട്ടോ. നമുക്കതിന് മേലെ കൂടെ നടക്കുമ്പോൾ ചെറിയൊരു പേടിയാവും. കാരണം പുള്ളി പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൻ്റെ തന്നെ 10-12 അടി താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണമെങ്കിൽ എത്ര അടി താഴ്ച ഉണ്ടാകുന്നുള്ളത്. സോ ഇങ്ങനെ കുറേ ഹോളുകളുണ്ട്. അപ്പോൾ ഞാൻ ഒരു വളരെ സന്തോഷം ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് കാണാൻ പറ്റി. കാരണം നമ്മൾ ഒരു വിൻ്ററിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് സമയത്തൊക്കെയാണ് വന്നത്. അപ്പോഴേക്കും ഐസൊക്കെ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റി. ഫ്രോസൺ ലേക്കിന് മേലെ കൂടെ സഞ്ചരിക്കാൻ പറ്റി, മീൻ പിടിക്കുന്നത് കാണാൻ പറ്റി. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ സാധിച്ചെടുത്തു. തീർച്ചയായിട്ടും ഇത് എത്ര അടി താഴ്ചയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും അളന്ന് നോക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. നമ്മുടെ ചേട്ടൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നല്ല താഴ്ചയുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ആ പേരിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര താഴ്ചയെന്നാണ് പറഞ്ഞത്.
പെട്ട് കഴിഞ്ഞാൽ നീന്താൻ പോലും അറിയാത്ത വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ലൈഫിലെ ആ ഒരു സ്വപ്നം എന്തത് അല്ലേ, അപ്പോൾ ഈ ചിന്തിച്ചു പോലും നോക്കാൻ പറ്റുമോ? പറ്റില്ല. അതെ ചാടും ഞാൻ, പക്ഷെ സോണി എന്നൊക്കെ പോയി ചാടിയുണ്ടോ? സോണി ഇല്ലാതെ നമുക്ക് അതെ അത് ഐസ് ഡിപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സോണി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതെ. പക്ഷെ ആഴം മാത്രം ഒന്നും പറയാൻ പറ്റില്ല. ആഴം 10-20 അടിയെങ്കിലും 12 അടി ഫുൾ ഷുവർ. ഞാൻ ജമ്പ് ചെയ്ത് എത്തിയിട്ടില്ല. പക്ഷെ രക്ഷയില്ല. ഐസ് ടിപ്പ് കാണിച്ചില്ല എന്നുണ്ട്. അതെ ഐസ് ടിപ്പ് ഞാൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ സോണിയില്ല. സോണി ഉണ്ടെങ്കിൽ ഐസ് ടിപ്പ് ചെയ്യാം. അല്ല അത് നല്ല ആഴത്തിൽ ഐസ് കേട്ടോ. ഇതാണ് ഇപ്പോഴൊന്നും എന്തായാലും ഇതാവില്ല, മെൽറ്റ് ആവില്ല, ഉറപ്പാണ്. സ്വീഡനിൽ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അതൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ്. ഒരു സ്വപ്ന രാജ്യത്തിലേക്ക് നമ്മൾ കാല് വെച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ പല രീതിയിൽ സ്വീഡനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ എൻറ്റയർ ഒരു ചിന്താഗതിയെ മാറ്റി കേട്ടോ. അപ്പോൾ ഫുൾ എല്ലാ ഏരിയയും ഇതേപോലെ ചെറിയ കാടും മേടും കുന്നും മലയും ലൈക്കും അതേപോലെ തന്നെ ഓരോരോ പുഴകളും കാര്യങ്ങളൊക്കെ വളരെ രസമാണ് സ്വീഡൻ. അപ്പോൾ നമുക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഷെങ്കൻ വിസ അടിച്ച് സ്വീഡനിലൊക്കെ വരിക. അത്യാവശ്യം എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. അതേപോലെ തന്നെ ആ ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഈ നാച്ചുറൽ എൻജോയ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. എല്ലാം സോളോ ട്രിപ്പാണ്. പിന്നെ എല്ലാവിടെയും നമുക്ക് ഓരോരോ ആളുകൾ നമ്മളെ അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ പലരും നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ്വർക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ദേവി ചേച്ചി അതുപോലെ തന്നെ പ്രസാദേട്ടൻ ഇവരുടെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചത്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത് കേട്ടോ. എനിക്ക് കുറച്ചധികം ദിവസം അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു സ്വീഡനിൽ. പക്ഷേ നമ്മുടെ ഈ വിസയുടെ ഒരു കാലാവധി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഷെങ്കൻ വിസ നമ്മൾ ചോദിക്കുന്ന ദിവസങ്ങൾ മാത്രമേ അടിക്കുന്നുള്ളൂ. പണ്ടെല്ലാം അത് 6 മാസവും 1 വർഷവും 2 വർഷമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് പ്രതീക്ഷിച്ച് അടിക്കാൻ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും സ്വീഡൻ്റെ കുറേയധികം കാഴ്ചകൾ ഇനിയും കാണിക്കാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ അതുമാത്രമല്ല ഇവിടെ നമ്മളൊരു ഒരു സർപ്രൈസ് ട്രിപ്പ് പോകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് ട്രിപ്പ് പോകുന്നത്. പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും നമ്മുടെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ്. സോ അവിടെയും നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊരു ക്വിക്ക് വിസിറ്റാണ്. നമ്മൾ കൂടുതൽ നേരമൊന്നും അവിടെ താമസിക്കുന്നില്ല. പക്ഷേ നമ്മൾ തിരിച്ച് നമ്മൾ വന്നിട്ട് നമ്മൾ കൂടുതലും അവിടെ താമസിക്കും. പല ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാനുണ്ട്. സോ വെയിറ്റിംഗ് നമ്മുടെ അടുത്ത ട്രിപ്പിനായിട്ട്. ഞാൻ അടുത്ത ഷെങ്കൻ വിസ അടിക്കാനുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ. അപ്പോൾ ഗൈസ് ഇത് സ്വീഡൻ്റെ സിറ്റി വശങ്ങളിലാണ് നമ്മളിവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കാടിൽ നിന്ന് നമ്മളിപ്പോൾ വന്നതൊന്നും അധികം ദൂരമൊന്നുമില്ലായിരുന്നു. ഓക്കെ കുറച്ച് മൈലുകൾ മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ സ്റ്റോക്ക്ഹോമിൽ എത്തിയിരിക്കുന്നത് ഒരു സ്വപ്ന സാഫല്യം തന്നെയാണ് കേട്ടോ. പക്ഷേ പണ്ട് നമുക്ക് അത്ര ഈസി ആയിരുന്നില്ല. ഷെങ്കൻ വിസ അടിക്കലൊക്കെ ഭയങ്കര ചടങ്ങായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ UK വന്നതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് വളരെ ഈസി ആയിരുന്നു. ഷെങ്കൻ വിസ കിട്ടാനും ബുദ്ധിമുട്ടില്ല. ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. നമ്മൾ പണ്ട് നാട്ടിലിരുന്നിട്ട് ഞാൻ ഷെങ്കൻ വിസ അടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിസ റഫ്യൂസലായിരുന്നു അതിൻ്റെ ഫലം. ഓക്കെ ഇതേപോലെ സ്വീഡനും പല ഡെൻമാർക്കും നെതർലൻഡും എല്ലാം സഞ്ചരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ച നോർവേ അതുപോലെ തന്നെ സ്വീഡൻ അതുപോലെ ഡെൻമാർക്ക് ഇനി 2 രാജ്യം കൂടി ഇത് കഴിഞ്ഞ് സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ. സോ വളരെ സർപ്രൈസാണ് അതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്റ്റോക്ക്ഹോം സിറ്റിയിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഇതിന് നൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഫെറി സർവീസ് ഉണ്ട്. ഒരു വൈക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫെറി സർവീസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്കൊരു ആഗ്രഹമുണ്ട് അതിനകത്ത് കയറാനായിട്ട്. നടക്കോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിരിക്കും. അപ്പോൾ വളരെ വൃത്തിയുള്ള വളരെ ഭംഗിയുള്ള ഒരു സ്റ്റോക്ക്ഹോം നഗരം. എനിക്കിത് സ്വീഡൻ മനസ്സിലായത്
പാറകളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യം എന്നാണ് എനിക്ക്, അതും നോർവേ ആണെങ്കിലും നമുക്ക് അതേപോലെ തന്നെയായിരുന്നു തോന്നിയത് കേട്ടോ. കുന്നും മലയും മേടും ഇങ്ങനെയുള്ള ഒരു പ്രദേശങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ സൈഡിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചധികം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അജാതി ഒരു എന്താ പറയുക, ക്രൂയിസ് ഷിപ്പ് നിൽക്കുന്നു അല്ലേ. പക്ഷേ ഇത് ചെറുതാണ്, ഇതിനെക്കാട്ടി വലുത് വമ്പന്മാരുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, നമ്മൾ വരും, നമ്മുടെയും അതും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ്. സ്വീഡൻ നമ്മൾ പറഞ്ഞ് വീട്ടിലിരുന്ന് പറഞ്ഞ് നമ്മൾ സ്വീഡൻ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കാണുന്നുണ്ടോ സ്വീഡൻ? ഇവിടുത്തെ ഇതാ മൂവിങ് ടൗണ്. വൈക്കിങ്സിൻ്റെ ഫെറി പോകുന്നു ഫിൻലൻഡ്, ഹെൽസിങ്കി, മറ്റേ പല സ്ഥലങ്ങളിലേക്ക് കേട്ടോ. കാണിച്ചു തരാം. നമ്മൾ താഴിലൂടെ ഒന്ന് മേലെ കയറി അതിൻ്റെ മണ്ടേ കയറിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിത് വൈക്കിംഗ് ഷിപ്പ് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അതേപോലെ തന്നെ നമ്മുടെ ദൂരെ നിന്ന് കാണും ഓരോ സ്റ്റോക്ക്ഹോം നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കേട്ടോ. നമുക്ക് അതിനകത്തോടെയൊക്കെ സഞ്ചരിക്കാനുള്ള സമയമില്ല, കാരണം നമ്മളൊരു ക്വിക്ക് ട്രിപ്പാണ് വന്നത്, പല കാര്യങ്ങൾക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോക്ക്ഹോം നഗരം നമ്മൾ ഗൂഗിൾ ചെയ്താൽ കാണുന്ന ആ ഒരു പിക്ചറാണ് നിങ്ങളിപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ യൂട്യൂബിലിരുന്ന് പലരുടെയും വീഡിയോ കണ്ട് നമ്മൾ ആസ്വദിച്ചൊരു കാലം ഉണ്ടായിരുന്നു. സോ എൻ്റെ പൊന്നു മച്ചാന്മാർ, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു നാട്ടിലിരുന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്ന എൻ്റെ സ്വപ്ന രാജ്യം തന്നെയാണ് സ്വീഡൻ ഇപ്പോഴും കേട്ടോ. ഇപ്പോൾ വന്നപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു സ്വീഡനെ. പല രാജ്യങ്ങളും ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ഈ രാജ്യം എന്നുള്ളതൊക്കെ ഞാൻ പലർക്കും അറിയാം. മഞ്ഞ് തൂളാൻ തുടങ്ങി ആ ഒരു സംഭവം കണ്ടിട്ടുണ്ട് നിങ്ങൾ. അത് നമ്മൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കാണുന്നതാണ്. പിന്നെ നമ്മുടെ വൈക്കിങ്സിൻ്റെ ഫെറി നല്ല തെന്നലാണ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മഞ്ഞൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷേ ഒരു രക്ഷയില്ല. വൈക്കിങ്സിൻ്റെ ഫെറി നിൽക്കുന്നു, കാഴ്ചകൾ അവസാനിക്കുന്നില്ല, തുടങ്ങുകയാണ് നമ്മൾ. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇങ്ങോട്ട് വരാനുള്ള ചില പദ്ധതികൾ ഞാൻ പ്ലാൻ ചെയ്യും. അതിന് ഞാനിപ്പോൾ റിച്ചൊന്നുമല്ല. ഇപ്പം നിങ്ങൾ പലരും പറയുന്നത് നിങ്ങൾക്ക് കൊണ്ടുപോയി കൂടെ, നിങ്ങൾക്കൊരു ഏജൻസി തുടങ്ങാം. നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വായും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള വ്ളോഗേഴ്സിനെ പോലെ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്യും, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്യായ ഇൻഫർമേഷൻസ് എനിക്ക് തരാൻ പറ്റും. അതുമാത്രമല്ല പല പ്ലാനുകളും ഉണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട്. ഫിനാൻഷ്യലി ഞാൻ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നാട് ചുറ്റി നടക്കുന്നുണ്ട്, പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതൊക്കെ അവരുടെ കാര്യമാണ്. നല്ല ബിസിനസ്സുകൾ തുടങ്ങുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ കുറേ ബിസിനസ് പ്ലാനുകളുണ്ട്, പക്ഷെ ഫണ്ട് നെഹി ഹൈ ബായ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വീഡൻ കണ്ട് കൊതി മാറിയിട്ടില്ല, കാരണം അതിന് മുമ്പേ നമുക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തേക്കാണ് ഇനി അടുത്തൊരു പോകുന്നത്. തീർച്ചയായിട്ടും സ്വീഡൻ തിരിച്ച് ഞാൻ വരും, അതുറപ്പാണ്. ഒരുപാട് കാഴ്ചകളും ഇനിയും എനിക്കിവിടെ കാണാൻ ബാക്കി കിടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളും. അപ്പോൾ സ്വീഡൻ നൈറ്റ് ഒരു വീഡിയോ കൂടി നമ്മൾ എടുക്കുന്നുണ്ട്, അതിന് ശേഷമായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം.